ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സ്വാമി സച്ചിദാനന്ദ ഏകാന്തതയുടെ മഹത്വം. വെങ്കടഗിരിയിൽ നടക്കുന്ന അഖില ഭാരതീയ ദിവ്യജീവന സംഘത്തിന്റെ ഡിവൈൻ ലൈഫ് സൊസൈറ്റി 9ാമത്തെ അഖിലേന്ത്യാ സമ്മേളനത്തിന് വെങ്കടഗിരി രാജാവ് ഭഗവാൻ ബാബയെ ക്ഷണിച്ചു. ശിവാനന്ദാശ്രമത്തിലെ സച്ചിദാനന്ദ സ്വാമിയും സദാനന്ദ സ്വാമിയും സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെങ്കടഗിരി രാജാവിനോടുള്ള സ്നേഹം മൂലമാണ് അവർ വന്നത് തന്നെ. പക്ഷേ ബാബയെ അധ്യക്ഷനാക്കിയതിലെ ഔചിത്യം അവർക്ക് ബോധിച്ചില്ല. പക്ഷെ ഭഗവാനെ കണ്ടതോടെ അതെല്ലാം മാറി. ഭഗവാൻ ബാബയെ ആനയിക്കുന്നതിനായി ഗംഭീരമായ ചടങ്ങുകൾ രാജാവ് ഒരുക്കിയിരുന്നു. ഭഗവാൻ അതൊക്കെ നിഷേധിച്ചു. മാത്രമല്ല, സ്വാമി സച്ചിദാനന്ദ, സ്വാമി ശ്രീനിവാസാനന്ദ, സ്വാമി സദാനന്ദ, സ്വാമി ആത്മസ്വരൂപാനന്ദ എന്നിവരോടൊപ്പം ഭഗവാനും നടന്നു. പ്രസംഗമധ്യേ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു, തിരുവണ്ണാമലയിൽ വെച്ച് ബാബയെക്കുറിച്ച് പലതും ഞാൻ കേട്ടു. സ്വാമിക്ക് സംസാരിക്കാൻ അറിയില്ലെന്നും അത്ഭുതങ്ങൾ കാണിക്കുക മാത്രമേയുള്ളൂവെന്നും കേട്ടു. പക്ഷേ നേരിൽ കണ്ടപ്പോൾ കേട്ടതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി. എന്റെ അജ്ഞതയിൽ ഞാൻ വളരെയേറെ പശ്ചാത്തപിക്കുന്നു. ബാബയെ തന്നെ അധ്യക്ഷനായി കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യം. പ്രസംഗമധ്യേ ഭഗവാൻ ബാബ അരുളി, നിങ്ങൾ ഈശ്വരന്റെ മാർഗനിർദ്ദേശം ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരളനാകുക. ഓടക്കുഴൽ പോലെ വളവില്ലാത്തതും ഉള്ളു പൊള്ളയുമാക്കുക. അതായത് അഹങ്കാരവും അഹന്തയും കളഞ്ഞ് ഉള്ളു ശുദ്ധമാക്കുക. എനിക്ക് ജന്മമുണ്ടോ? ഭഗവാൻ സ്വാമി സച്ചിദാനന്ദന് അഭിമുഖം നൽകി. സ്വാമി പറഞ്ഞു, ബംഗാരു, നിന്നെ കാണുമ്പോൾ എനിക്ക് വളരെയേറെ ആനന്ദം തോന്നുന്നു. 37 വർഷം മുമ്പ് അദ്ദേഹത്തിനുണ്ടായ ഒരു ദർശനം സ്വാമി പരാമർശിച്ചു. അതിനുശേഷം പറഞ്ഞു, താമസിയാതെ നീ ലക്ഷ്യത്തിലെത്തും. അസ്വസ്ഥനാകാതെ മുന്നോട്ട് തന്നെ നീങ്ങുക. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. നീ എവിടെയാണെങ്കിലും നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ഏർപ്പാടാക്കി തരും. ഈ അരുൾമൊഴി കേട്ട് അദ്ദേഹം ആനന്ദത്തിലായി. ഇതേവരെ മറ്റാരും ഇவ்விധം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, തനിക്ക് ഉണ്ടായ ദിവ്യദർശനം ബാബ എങ്ങനെ അറിഞ്ഞു? അതിശയത്തോടെ അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു, ബാബ, എനിക്ക് ആ ദിവ്യാനുഭവം ഉണ്ടായപ്പോൾ അങ്ങ് ജനിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ ഇത് അറിഞ്ഞു? ഭഗവാൻ മന്ദഹാസപൂർവ്വം മെല്ലെ ചോദിച്ചു. ബംഗാരു, എനിക്കെന്താ ജന്മമുണ്ടോ മരണമുണ്ടോ? സ്വാമികൾ ആ ഭഗവത് വാണികൾ കേട്ട് സ്തബ്ധനായി. എനിക്ക് സ്വാമിയെ മതി. ഒരിക്കൽ ബാബ സച്ചിദാനന്ദ സ്വാമികളോട് പറഞ്ഞു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നീ നിന്റെ ആശ്രമം പണിയുന്നതിന് വേണ്ടി പണം ശേഖരിക്കുന്ന ശ്രമത്തിലാണ്. നിന്റെ വിലയേറിയ സമയം പാഴിലാകുന്നു. ഇനി അങ്ങനെ അരുത്. ബാബ, ഇതെല്ലാം ജനങ്ങൾക്ക് ഗുണകരമാകുമല്ലോ എന്ന് കരുതിയാണ്. കൂപ്പുകൈയോടെ സച്ചിദാനന്ദ സ്വാമികൾ സംസാരിക്കാൻ തുടങ്ങവേ ഭഗവാൻ പുഞ്ചിരിയോടെ ശാസനാഭാവത്തിൽ പറഞ്ഞു, നിനക്കറിയില്ലേ, മഹാത്മാക്കൾ ഏതെങ്കിലും ഗുഹയിലിരുന്ന് തങ്ങളുടെ യോഗശക്തിയാൽ ജനങ്ങളുടെ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന കാര്യം? ആവശ്യമെങ്കിൽ അവർ ഉപദേശവും നൽകും. നീയും അതുപോലെ ഏതെങ്കിലും ഏകാന്ത സ്ഥാനം കണ്ടെത്തുക, യോഗം പരിശീലിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാബ തൃക്കരം ചുഴറ്റാൻ തുടങ്ങി. ഉടൻ സന്യാസി പറഞ്ഞു, സ്വാമി, എനിക്ക് വിഭൂതിയോ മറ്റെന്തെങ്കിലും സൃഷ്ടിയോ വേണ്ടതില്ല. എനിക്ക് അവിടുത്തെ മാത്രം മതി. ഭഗവാൻ പുഞ്ചിരിച്ചു സമ്മതിച്ചു. എന്നുമെന്നും ദിവ്യദർശന സൗഭാഗ്യം ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ചു. ഭഗവാൻ ഒരിക്കൽ തപോവനത്തിൽ 1959 ജൂൺ 29 ചെമ്പുതകിട് സൃഷ്ടിച്ച് അത് കുന്നിൻ മുകളിൽ മണ്ണ് കുഴിച്ചു സ്ഥാപിച്ചു. അതിനു മുകളിൽ ആൽവൃക്ഷത്തൈ നട്ടു. ഇവിടെ വരുന്ന യഥാർത്ഥ സാധകർക്ക് അനുഭൂതി ഉണ്ടാകുമെന്നും അരുളി. ഈ രംഗത്തിന് സച്ചിദാനന്ദ സ്വാമി സാക്ഷിയായിരുന്നു. ഭഗവാൻ കൊടൈക്കനാലിൽ ഉള്ള ഒരു സമയം പെട്ടെന്ന് വെടിവെക്കരുത് എന്നരുളി അവിടുന്ന് ബാഹ്യബോധം വിട്ട് കിടക്കയിൽ വീണു. ഏറെ കഴിഞ്ഞ് പൂർവാവസ്ഥയിലെത്തിയ സ്വാമി ആ സംഭവം വിവരിച്ചു. ഒരു മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. അയാൾ സ്വയം വെടി ഉതിർക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഉടൻ സൂക്ഷ്മ ശരീരത്തോടെ അവിടെ എത്തി അയാളെ രക്ഷിച്ചു. പിന്നീട് ആ സംഭവം സത്യമെന്നും തെളിഞ്ഞു. അപ്പോൾ സമീപമുണ്ടായിരുന്ന സച്ചിദാനന്ദ സ്വാമി പിന്നീട് ലോകത്തോട് വെളിപ്പെടുത്തി, ഭഗവാൻ ബാബ സർവശക്തനും സർവജ്ഞനും അന്തര്യാമിയുമാണ്. ഭഗവാൻ മഹാരാജ്
ശ്രീറാം പരശുരാം ഭഗവാന്റെ ഒരു വിദ്യാർത്ഥി, വീട് ഹിമാചൽ പ്രദേശിൽ. മധ്യവേനൽ അവധിക്കെത്തിയ 1999. മകനോട് അച്ഛൻ പറഞ്ഞു, കുലഗുരു ശ്രീ ഭഗവാൻ മഹാരാജിനെ പോയി ദർശനം ചെയ്യൂ. വിദ്യാർത്ഥി അച്ഛന്റെ നിർദ്ദേശപ്രകാരം ആശ്രമത്തിലെത്തി. ഭഗവാൻ മഹാരാജ് വിദ്യാർത്ഥിയോട് ചോദിച്ചു, നീ പുട്ടപർത്തിയിൽ നിന്നാണ് വരുന്നതല്ലേ? എന്തായിരുന്നു ശിവരാത്രി ആഘോഷ വിശേഷങ്ങൾ? ലിംഗോദ്ഭവം ഉണ്ടായോ? വിദ്യാർത്ഥി വിനയപൂർവ്വം മറുപടി പറഞ്ഞു, ഉവ്വ് മഹാരാജ്, എനിക്കത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഈ വർഷം ഹിരണ്യഗർഭലിംഗമാണ് സ്വാമി പുറത്തെടുത്തത്. നിനക്ക് മാത്രമല്ല കുഞ്ഞെ ഭാഗ്യം, ലോകത്തിന് മുഴുവനും അത് ഭാഗ്യമായി. എന്തൊക്കെ നടന്നുവെന്ന് വിവരിച്ചു പറയൂ. ഭഗവാൻ ലിംഗോദ്ഭവത്തിനു ശേഷം പ്രഭാഷണം നടത്തി. ഹിരണ്യഗർഭലിംഗത്തിന്റെ സവിശേഷതകൾ വിവരിച്ചു. വിദ്യാർത്ഥി പറയാൻ തുടങ്ങി. നീ ചിലതൊക്കെ വിട്ടുകളഞ്ഞു, എല്ലാ കാര്യവും പറയൂ, മഹാരാജ് പറഞ്ഞു. ഇല്ല, ഞാനൊന്നും വിട്ടുകളഞ്ഞില്ല, വിദ്യാർത്ഥി നിഷ്കളങ്കതയോടെ പറഞ്ഞു. ഭഗവാൻ മഹാരാജ് ചോദിച്ചു, ബാബ ഹിരണ്യഗർഭലിംഗം എടുത്ത ശേഷം നിലത്ത് എറിഞ്ഞില്ലേ? പെട്ടെന്ന് വിദ്യാർത്ഥി അതിശയത്തോടെ ചിന്തിച്ചു, ഈ സന്യാസി വര്യൻ ഈ ആശ്രമത്തിൽ നിന്നും പുറത്തു പോകാറില്ല. എങ്ങനെ പുട്ടപർത്തിയിൽ നടന്ന സംഭവങ്ങൾ വിശദമായി അറിഞ്ഞു? ശരിയാണ് ഗുരുദേവ, ഭഗവാൻ ബാബ പറഞ്ഞു, ഈ സ്വർണലിംഗം ശാശ്വതം, അചഞ്ചലം, അവിനാശി. ഇത്രയും പറഞ്ഞിട്ടാണ് ഭഗവാൻ ലിംഗം നിലത്തേക്ക് എറിഞ്ഞു കാണിച്ചത്. മഹാരാജ് ചോദിച്ചു, ഇതെന്തുകൊണ്ട് നീ ആദ്യം പറഞ്ഞില്ല? ബാബ ആ ലിംഗം 3 വട്ടം നിലത്തെറിഞ്ഞില്ലേ? ഉവ്, അങ്ങ് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? വിസ്മയത്തോടെ വിദ്യാർത്ഥി തിരക്കി. അദ്ദേഹം വാത്സല്യപൂർവ്വം പറഞ്ഞു, എന്റെ കുട്ടി, ബാബ വെറുതെ യാതൊന്നും ചെയ്യുകയില്ല. എന്തിനാണ് ബാബ 3 വട്ടം ആ ലിംഗം താഴെ എറിഞ്ഞത്? ഭൂമിയെ രക്ഷിക്കുകയായിരുന്നു അവിടുന്ന്. അപ്പോൾ 3 ഭയാനകമായ ഭൂമികുലുക്കങ്ങളെ ആ സുവർണ ലിംഗ താടനം കൊണ്ട് അവിടുന്ന് നിർവീര്യമാക്കി. ചരിത്രാതീത കാലത്ത് ഇതേ പരമാത്മാവ് ഹലാഹലം സേവിച്ച് ഭയങ്കരമായ ലോകനാശം തടുത്തു. പ്രപഞ്ച സംരക്ഷണം അവിടുത്തെ പ്രകൃതമാണ് കുഞ്ഞെ, ആ യോഗി പറഞ്ഞു. പർത്തി നായകന്റെ വൈഭവമോർത്ത് വിദ്യാർത്ഥി തൊഴുകയോടെ നിലകൊണ്ടു. ശ്രീരാം പരശുരാം ഭഗവത് സന്നിധിയിൽ പറഞ്ഞതാണ് ഈ സംഭവം. ഓം തത് സത്ത്.